ഇപ്പോൾ ബി.ജെ.പിക്കെതിരെ കേരളത്തിൽ നിരന്തരം വിമർശനങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുന്നത് മുൻ ബി.ജെ.പി നേതാവായ സന്ദീപ് വാര്യറാണ്. അദ്ദേഹം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുമെന്നത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. തൃശ്ശൂരിൽ കേൾക്കുന്നു, അതോടൊപ്പം തന്നെ ഗുരുവായൂരിൽ കേൾക്കുന്നു, തവനൂരിൽ കേൾക്കുന്നു. എന്തായാലും സന്ദീപ് വാര്യർ ഏത് മണ്ഡലത്തിൽ മത്സരിക്കും? ഈ സന്ദീപ് വാര്യർ എവിടെ മത്സരിക്കുന്നു എന്നുള്ളതാണ് ബി.ജെ.പിക്കാരിപ്പോൾ നോക്കി നടക്കുന്നതെന്ന് എനിക്ക് സംശയവും. തോൽപ്പിക്കാൻ ഈ സന്ദീപ് വാര്യർക്കും ചില ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഇപ്പം ചില പ്രത്യേക മണ്ഡലങ്ങളാണ് നോട്ടം. വാര്യർ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ പോയി നിന്ന് അവിടെ ഏതെങ്കിലും ബി.ജെ.പി സ്ഥാനാർത്ഥിയെ ഒന്ന് തോൽപ്പിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അപ്പം വലിയൊരു അംഗീകാരവും ജനപ്രീതിയും ഒക്കെ നേടാൻ പറ്റുമല്ലോ. കാരണം ബി.ജെ.പിക്ക് പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രതീക്ഷയിൽ നിൽക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലം. 11 ഇടങ്ങളിൽ 1-ാം സ്ഥാനമാണ്. ഇത് ആഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ ഈ 11 ഇടങ്ങളിൽ വിജയം ഉണ്ടാകാമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അല്ല, അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് സന്ദീപ് വാര്യർ പോകും. അദ്ദേഹത്തിന് ഒരു മാതൃകയായി മുരളീധരനുണ്ട്. നേമത്ത് വന്ന് മത്സരിച്ച് അദ്ദേഹവും ജയിച്ചില്ല, ബി.ജെ.പിയും ജയിച്ചില്ല, അദ്ദേഹത്തിൻ്റെ ജീവിതവും പോയി. അത് സന്ദീപ് വാര്യർ മനസ്സിലാക്കുന്നില്ല. തോറ്റു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. കോൺഗ്രസിനകത്തെ കാര്യമാണ്. സീറ്റ് കിട്ടുന്നത് തന്നെ വലിയ കാര്യമായിട്ട് എടുക്കുക. അപ്പോൾ വളരെ സേഫായിട്ടുള്ള ഇടങ്ങളിലേക്ക് പോവുക. അപ്പം അല്ലാതെ ബി.ജെ.പിക്കാരോട് ദേഷ്യം തീർക്കുക എന്നുള്ള അരിശം തീർക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പിടികിട്ടാതാകുമെന്നുള്ളതാണ്. തൃശ്ശൂരിൽ അവിടെ ബി.ജെ.പി 3-4 പേരുകൾ പറയുന്നുണ്ട്. കെ സുരേന്ദ്രൻ, അതുപോലെ തന്നെ പത്മജ, ശോഭാ സുരേന്ദ്രൻ, എം.ടി. രമേശ്, 4 പേരുടെയും പേര് പറയുന്നുണ്ട്. എന്തായാലും 4 പ്രഗത്ഭരിൽ ആരെങ്കിലും ആയിരിക്കും അവിടെ മത്സരിക്കുക. അത് നിയമസഭയിൽ എത്തണം. അതിന് സുരേഷ് ഗോപിക്കും കുറച്ച് ഉത്തരവാദിത്തമുണ്ട്. കാരണം എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ഒരാൾ നിയമസഭയിലേക്ക് എത്തുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് സന്ദീപ് വാര്യർ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ചിലപ്പോൾ തവന്നൂർ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ്. 2008 നിലവിൽ വന്ന മണ്ഡലമാണ്. തവന്നൂർ KT ജലീലിൻ്റെ മണ്ഡലമാണ്. കഴിഞ്ഞ 2 തവണയായിട്ട് ഇദ്ദേഹം 2021 ജയിക്കുമ്പോൾ 2500-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നു. ഇത്തിരി ടൈറ്റായിരുന്നു. അവിടെ ജയിക്കുമോ എന്ന് തന്നെ സംശയമായിരുന്നു. കാരണം അദ്ദേഹത്തിന് കഴിഞ്ഞ ഘട്ടത്തിൽ മന്ത്രിയായിരുന്നു. വലിയ വിമർശനങ്ങളായിരുന്നു. ഈ സ്വർണ്ണക്കടത്തുമായെല്ലാം ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെയും പല ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ലോകായുക്ത വിധി വന്നപ്പോഴാണ് രാജിവെക്കേണ്ടി വന്നത്. പക്ഷേ അതിനോടുകൂടി മന്ത്രിസഭയൊക്കെ ആയിട്ട് ഒരു അല്പം അകൽച്ചയും പിണറായിയുമായിട്ടും ഒക്കെ ഉണ്ടായി. അല്ല, അത്തരം വിമർശനങ്ങൾ നിൽക്കുമ്പോഴാണ് അദ്ദേഹം വീണ്ടും ജയിച്ചു കയറുന്നത്. അതെ, അത് വളരെ ടൈറ്റായിരുന്നു. അപ്പം തെരഞ്ഞെടുപ്പ് സർവേയിൽ പറഞ്ഞിരുന്നത് ജലീൽ തോക്കുമെന്നാണ്. പക്ഷെ 2500 വോട്ടിൽ അവസാന നിമിഷത്തിലാണ് ആ ജയം ഒന്ന് കയറി വന്നത്. വളരെ പിറകിൽ പോയതാണ്. ഫിറോസ് ആയിരുന്നു അവിടെ മത്സരിച്ചത്. അപ്പോൾ ഫിറോസിനെ ഒന്ന് വിറപ്പിക്കാൻ സാധിച്ചു. പിന്നെ ജലീലിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാനും സാധിക്കുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സന്ദീപ് വാര്യർ അവിടെ തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചാൽ 2 കാരണമുണ്ട്. തവന്നൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുസ്ലിം വിഭാഗമുള്ള ഏരിയയാണ്. ലീഗിൻ്റെ ആധിപത്യം ഉണ്ട് അവിടെ. 2, മലപ്പുറം ജില്ലയിൽ ഈ ഹൈന്ദവര് കൂടുതലുള്ള ഏക നിയമസഭാ മണ്ഡലമാണ് തവന്നൂർ. അത് തനിക്ക് അനുകൂലമായി മാറും എന്നാണ് വാര്യർ കണക്ക് കൂട്ടുന്നത്. പിന്നെ ബി.ജെ.പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 15,000 വോട്ട് പിടിച്ചു എന്നും കണക്കുണ്ട്. ആ 15,000 വോട്ടിൽ ഇപ്പോഴും സന്ദീപ് വാര്യരോട് ബി.ജെ.പിയിലുള്ള ചിലർക്ക് താല്പര്യമുണ്ട്. സന്ദീപ് വാര്യർ എടുത്ത നിലപാട് ശരിയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഈ 15,000 വോട്ടിൽ കുറച്ച് തനിക്ക് കൊണ്ടുവരാൻ കഴിയും, പിടിക്കാൻ കഴിയും എന്നാണ് വാര്യരുടെ കണക്ക് കൂട്ടൽ. തന്നോടൊപ്പം കുറേ പേര് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ മുസ്ലിം വിഭാഗത്തിലുള്ള വോട്ട് എന്തായാലും അത് പോകത്തില്ല, തനിക്ക് കിട്ടും എന്നറിയാം. കാരണം അവിടെ അവർ മൊത്തത്തിൽ ഒരിക്കലും പാലം വലിക്കത്തില്ല. ആ വോട്ട് മൊത്തം കിട്ടും എന്നറിയാം. ഇത് തന്നെയാണല്ലോ മുരളീധരൻ ലക്ഷ്യമിടുന്നത്. ഗുരുവായൂർ പോയി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ലീഗിനാണ് അവിടെ കൂടുതൽ പ്രാതിനിധ്യമുള്ളത്. ലീഗിൻ്റെ മണ്ഡലവുമാണ്, കോൺഗ്രസിന് വെച്ച് മാറാൻ തയ്യാറുമാണ്. ഇനിയും സന്ദീപ് വാര്യർക്ക് ഈ പാണക്കാട് കുടുംബവുമായിട്ടും ബന്ധമുണ്ട്.
ബന്ധമെന്ന് ചോദിച്ചാൽ കൂടുതൽ തവണ അവിടെ പോവുകയും മുസ്ലിം ലീഗുമായിട്ട് വലിയൊരു അടുപ്പം സ്ഥാപിക്കുകയും ചെയ്തു. നമുക്കറിയാം BJP-യിൽ നിന്ന് കോൺഗ്രസിൽ വന്ന് കയറിയ ഉടൻ പോയതെങ്ങോട്ടാണ്? സാദിഖ് അലി തങ്ങളെ കാണാൻ. ദിവസം തന്നെ ഇവിടെ ഇന്ദിരാഭവനി വരുന്നതിന് മുമ്പ് തന്നെ സാദിഖ് അലി തങ്ങളെ കാണാൻ പാണക്കാട്ട് ഹൗസിൽ പോയി എന്നുള്ളതാണ്. അപ്പോൾ അവർ വലിയ ബന്ധമുണ്ടാക്കി. അത് സന്ദീപ് വാര്യർ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് പോയതാണ്. കാരണം പിന്നെ ഈ ലീഗിൻ്റെ ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിജയം ഉറപ്പാണെന്ന് സന്ദീപ് വാര്യർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം മലബാർ ഭാഗത്തുള്ള കോൺഗ്രസ് MLA-മാരെല്ലാം ആരുടെ വോട്ട് കൊണ്ടാണ് വിജയിച്ചത്? മുസ്ലിം ലീഗിൻ്റെ വോട്ടാണ്. അതിലൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നുള്ളതാണ്. അത് മാറ്റിമറിക്കാൻ പറ്റത്തില്ല, അട്ടിമറിക്കാൻ പറ്റത്തില്ലാത്ത ഒരു വോട്ട് ബാങ്കാണ് ഈ മുസ്ലിം വിഭാഗത്തിൻ്റെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ വരുന്നത്. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഇവരുമായിട്ട് വലിയൊരു അടുപ്പം സ്ഥാപിച്ചിരിക്കുന്നത്. ഈ അങ്ങനെയുള്ള പ്രദേശത്തേക്ക് ആ സീറ്റ് മതി എന്ന് സന്ദീപ് വാര്യർ ആർഗ്യൂ ചെയ്യും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു BJP-യിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് VD സതീശനും ഒക്കെ ആയിട്ട്. ആ ഉറപ്പിന്മേലായിരിക്കും. ഇപ്പോൾ പത്മജ പിന്നെ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് വരുമ്പോൾ പറഞ്ഞത് പിന്നെ തൃശ്ശൂർ മണ്ഡലം മത്സരിക്കാൻ എനിക്ക് തരണം എന്നുള്ള രീതിയിലുള്ള എഗ്രിമെൻ്റാണ്. അതിനിടയ്ക്ക് പലരും പറയുന്നുണ്ട് വട്ടിയൂർക്കാവിൽ നിൽക്കും പിന്നെ മുരളീധരനാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മുരളീധരനെ തോൽപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മുരളീധരനുമായിട്ടൊരു മത്സരത്തിന് തയ്യാറാകത്തില്ല. പത്മജയ്ക്കും അറിയാം മുരളീധരൻ എന്നായാലും തൻ്റെ കൂടി ഇനി വരേണ്ടതാണ് എന്നറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു മുരളീധരൻ തോക്കുന്നതാണ് നല്ലതെന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കോൺഗ്രസ്സുകാർ ഒതുക്കുമ്പോൾ പതുക്കെ ഇങ്ങോട്ടേക്ക് ഒരു കോൺഗ്രസിന് ഒരു പ്രതീക്ഷയൊന്നും വേണ്ട. അതെ, സീറ്റും കൊടുക്കത്തില്ല. കൊടുത്താൽ തോൽക്കുന്ന ഇടങ്ങളിലേക്കായിരിക്കും കൊടുക്കുക. അതെന്തായാലും മുരളീധരൻ ഇപ്പുറത്തേക്ക് വരാനുള്ള സഹായകമാകും എന്ന് പത്മജ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ലീഗിന് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും നിയമസഭയായാലും പിന്നെ ഈ കൗൺസിൽ ഇലക്ഷൻ നഗരസഭയായാലും 3 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. ലോക്സഭയിൽ 2-ാമതാണ്. 1-ാം സ്ഥാനത്ത് എത്താൻ പോലും കഴിയുന്നില്ല. അതെ. അപ്പോൾ എന്തായാലും ഈ പിന്നെ മുസ്ലിം വിഭാഗത്തിലും ഒക്കെ തന്നെ ഹൈന്ദവരിലും ഒക്കെ ഈ തവന്നൂരിൽ ഈ സന്ദീപ് വാര്യർക്ക് ഒരു സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തവന്നൂർ തന്നെ കേന്ദ്രീകരിച്ച് ഞാൻ പറഞ്ഞല്ലോ ഈ മലപ്പുറം ജില്ലയിൽ ഹിന്ദു വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലമാണ്. അപ്പോൾ ആ ഹിന്ദു വോട്ടുകൾ നല്ല രീതിയിൽ സന്ദീപ് വാര്യരല്ലേ അത്തരത്തിൽ വോട്ടുകൾ സമാഹരിക്കാമെന്ന് സന്ദീപ് കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം ഇത് സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നം കൂടിയാണ്. അപ്പോൾ ഇത് നേരത്തെ പ്രശ്നവും നിലനിൽപ്പിൻ്റെ പ്രശ്നവുമാണ്. അല്ലെന്നുണ്ടെങ്കിൽ തീരും, ഇതോടുകൂടി കാര്യങ്ങൾ തീരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും തവന്നൂർ പിന്നെ KT ജലീൽ വീണ്ടും മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു ഇനി മത്സര രംഗത്തേക്ക് ഇല്ല എന്ന്. പക്ഷേ ഈ സമീപ സമയത്ത് അബ്ദുള്ളക്കുട്ടിയുടെ അവസ്ഥയോ അബ്ദുള്ളക്കുട്ടി CPM-ൽ നിന്ന് കോൺഗ്രസിൽ വന്ന് മത്സരിക്കുകയാണ്, കണ്ണൂരിൽ വിജയിക്കും. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ കടന്നപ്പള്ളിയോട് തോൽക്കുമ്പോൾ അദ്ദേഹം പിന്നെ കോൺഗ്രസ് ചവിട്ടി അറിയുകയാണ്. അദ്ദേഹം പിന്നീട് ഗതികെട്ട BJP-യിൽ പോയത്. അപ്പം ഈ ജലീലും വീണ്ടും മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും തവന്നൂരിൽ ശക്തമായ മത്സരം ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്.